മലയാളികളുള്ള ലോകത്തെല്ലാം സുപരിചിതമായ ഒരു സിഗ്നേച്ചറാണ് സുജിത്ത് എന്നത്. ടി.കെ. സുജിത്ത്, കേരളം അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് ഇന്നിപ്പം എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം 2001 കേരളമുതിയിൽ ഔദ്യോഗികമായി ജോലി പ്രവേശിക്കുകയും ഒരു ഔദ്യോഗിക കാർട്ടൂണിസ്റ്റായി മാറുകയും ചെയ്തു. അതിനു മുമ്പേ തന്നെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, നിയമ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ തന്നെ അദ്ദേഹം പല പ്രസിദ്ധീകരണങ്ങളിലും കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു. അദ്ദേഹം നിയമബിരുദം നേടി, നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരാളാണ്. ശരിക്കും വര പഠിക്കുകയോ കാർട്ടൂണിനെ കുറിച്ചുള്ള ഔദ്യോഗിക പാഠങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടല്ല അദ്ദേഹം കാർട്ടൂണിസ്റ്റായത്. യാദൃച്ഛികമായി പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റായി മാറിയ ഒരു നിയമ ബിരുദധാരിയാണ് ശ്രീ സുജിത്ത്. അദ്ദേഹം കേരളത്തിൽ 17 വർഷമായി നിരന്തരം വരയ്ക്കുന്നു. ശ്രീ സുജിത്ത്, എത്ര കാർട്ടൂൺ താങ്കൾ ഇതുവരെയായിട്ട് വരച്ചാണ്? എണ്ണമറ്റ കാർട്ടൂണുകളായിരിക്കും, കണക്ക് കാണുമോ? കണക്ക് ഇല്ല. ഇപ്പോൾ നിത്യനിദാന കാർട്ടൂണിസ്റ്റ് ആണല്ലോ. കാർട്ടൂൺ എന്നത് നിത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ എണ്ണത്തിലല്ല കാര്യം. എണ്ണത്തിനേക്കാൾ ഉപരിയായിട്ട് ആളുകളുടെ മനസ്സിൽ ഓർമ്മിക്കത്തക്കതായിട്ടുള്ള കാർട്ടൂണുകൾ വരയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏത് കാർട്ടൂണിസ്റ്റിന് ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ഒരു വർഷം വരയ്ക്കുന്ന കാർട്ടൂണുകളിൽ നിന്ന് ഒരു 10-15 കാർട്ടൂണുകൾ ജനത്തിന്റെ മനസ്സിൽ നിർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ കാർട്ടൂണിസ്റ്റ് വിജയമായി എന്നാണ് പറയേണ്ടത്. ഈ നിരവധി അവാർഡുകളുടെ ഒരു പെരുവെള്ളപ്പാച്ചൽ തന്നെയാണ് ടി.കെ. സുജിത്തിന്. കാരണം മലയാളത്തിൽ വിരലെണ്ണാവുന്ന കാർട്ടൂണിസ്റ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും സുജിത്തിന് മിക്കവാറും സംസ്ഥാന അവാർഡുകൾ നിരന്തരം, എണ്ണമറ്റ അവാർഡുകൾ എല്ലാ വർഷവും ഒന്നിനു പുറകെ ഒന്നായി തുടർച്ചയായിട്ടും ഒക്കെ തന്നെ വരച്ച് അവാർഡ് നേടിയ ആളാണ്. ദേശീയ തലത്തിൽ ഒരു അവാർഡ്, അത് വളരെ ഫേമസ് ആയുള്ള മായാക്കമ്മത്ത് നാഷണൽ അവാർഡാണ്. അത് ഗാന്ധിജിയെക്കുറിച്ചാണ് ആ വര. യാതൊരു ക്യാപ്ഷനും ഒന്നും കൂടാതെ ഗാന്ധിജിയെ വരച്ചിട്ട്. അപ്പം എനിക്ക് സുജിത്തിനോട് ചോദിക്കാനുള്ളത്, ഗാന്ധിജി താങ്കളുടെ ഒരു ഒബ്സഷനാണോ? ഗാന്ധിജി അല്ല. ഇപ്പോൾ പ്രശസ്തനായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ലക്ഷ്മണന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ സംഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ആളുകളുടെ മനസ്സിലൊരു ഫയൽ ഉണ്ടായിരിക്കും. ഈ ഫയലിലേക്ക് ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്യുകയാണ് കാർട്ടൂൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവിനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വരകൾ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗാന്ധിജി എന്ന നേതാവിനെ രംഗ എന്ന കാർട്ടൂണിസ്റ്റ് കുറിച്ച് വെറും 2 വരകൾ കൊണ്ടാണ്. ഇപ്പോൾ ഗാന്ധിജിയെ അത്രത്തോളം സിമ്പിളായിട്ട് രംഗയ്ക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചത് ആ നേതാവ് അത്രത്തോളം ജനത്തിന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തി എന്നതുകൊണ്ടാണ്. ഗാന്ധിജി കൂടുതലായിട്ട് കാർട്ടൂണുകളിൽ കടന്നു വരുന്നത് കാർട്ടൂൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. ഇപ്പോൾ ഗാന്ധിജിയെ നമുക്ക് പല കാര്യങ്ങളുടെ ഒരു സിമ്പിളായിട്ട്, ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു ജനക്കൂട്ടത്തെ, വലിയൊരു ജനക്കൂട്ടത്തിനെ പ്രതിനിധീകരിക്കാനായിട്ട് ഒരു ചെറിയ, ഇപ്പൊ ലക്ഷ്മണനൊക്കെ കോമൺ മാൻ എന്നൊരു കഥാപാത്രത്തിനെ കൊണ്ട് വലിയൊരു ജനക്കൂട്ടത്തിനെ, സാമാന്യ ജനത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കാനായിട്ട് കോമൺ മാനിനെ കൊണ്ടുവന്നതുപോലെ അഹിംസ, ലാളിത്യം, നന്മ, സത്യസന്ധത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഗാന്ധിജി നമുക്ക് കാർട്ടൂണിസ്റ്റുകൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് ഈ സുജിത്ത് പൊളിറ്റിക്കൽ കാർട്ടൂണാണ് കൂടുതൽ വരയ്ക്കുന്നത്, അല്ലാത്ത വിഷയങ്ങളും വരച്ചു കണ്ടിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ കാർട്ടൂൺ വളരെ ശക്തമായി വരയ്ക്കുന്നവരിൽ ഒരാളാണ് താങ്കൾ. രാഷ്ട്രീയ, അതെന്താണ് ഈ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അത് വരയ്ക്കാൻ പ്രയാസമുള്ള ഒരു സംഭവമല്ലേ? രാഷ്ട്രീയത്തിൽ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയാൽ മാത്രമേ, രാഷ്ട്രീയ വിശകലനം നടത്തിയാൽ മാത്രമേ, രാഷ്ട്രീയത്തിൽ ഫോളോ ചെയ്താൽ മാത്രമേ അങ്ങനെ നല്ലൊരു കാർട്ടൂൺ വരയ്ക്കാൻ പറ്റുള്ളൂ. എന്താണ് അതിനെക്കുറിച്ച്? രാഷ്ട്രീയം, കേരളത്തില് രാഷ്ട്രീയം എന്നുള്ള ജനത്തിന്റെ ശ്വാസം പോലെയാണ്. നമ്മൾ രാഷ്ട്രീയം ഉണ്ടും ഉറങ്ങിയും ഒക്കെ കഴിയുന്ന ആളുകളാണ് മലയാളികൾ. മലയാളത്തിൽ കൂടുതൽ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ലോകപ്രശസ്തരായിട്ടുള്ള പല കാർട്ടൂണിസ്റ്റുകളും മലയാളികളാണ്. നമുക്ക് അഭിമാനിക്കാവുന്നത് ശങ്കർ മുതൽ, അല്ലെങ്കിൽ അബു അബ്രഹാം മുതൽ, ഒ വി വിജയൻ, കുട്ടി, ഉണ്ണി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമുവൽ, ലോകപ്രശസ്തരായിട്ടുള്ള എത്രയോ മലയാളി കാർട്ടൂണിസ്റ്റുകളെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രീയം എന്നത് നമുക്ക് നിത്യജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി നിർത്താനാവാത്ത രീതിയിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതമായിട്ട് അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏത് ഗവൺമെന്റ് ഭരിച്ചു കഴിഞ്ഞാലും പ്രതിപക്ഷത്തിന്റെ റോളിൽ നിന്ന് വരയ്ക്കുകയാണ് കാർട്ടൂണിസ്റ്റ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടല്ല കാർട്ടൂണിസ്റ്റ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ പബ്ലിക് റിലേഷൻസിന്റെ ഭാഗമായിട്ടല്ല കാർട്ടൂണിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഏത് ഗവൺമെന്റ് ഭരിച്ചു കഴിഞ്ഞാലും അവരുടെ നയങ്ങളിൽ ജനവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജനത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുകയും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് കാർട്ടൂണിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അവാർഡ് നേടിയ ഒരു കാർട്ടൂൺ, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാർട്ടൂൺ, ശ്രദ്ധേയമായിരുന്നു, എല്ലാവർക്കും ചർച്ചാ വിഷയമായതാണ്. അടിയന്തരാവസ്ഥ, മോഡിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ 2 അവസ്ഥകളെക്കുറിച്ച്, ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയും ഇപ്പോൾ മോഡി ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് അടിയന്തരാവസ്ഥ സ്വഭാവമുള്ള നീക്കങ്ങളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള കാർട്ടൂൺ വളരെ
വളരെ നല്ലതായിരുന്നു. കാണരുത്, കേൾക്കരുത്, മിണ്ടരുത് എന്നുള്ളതായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ആദ്യത്തെ മുദ്രാവാക്യമെങ്കിൽ ഇപ്പോൾ തിന്നരുത്, എഴുതരുത്, കമൻ്റരുത് എന്നുള്ള പറയുന്ന ഇത് രണ്ടും കൂടെ കൂട്ടിയിണക്കി വളരെ ശ്രദ്ധേയമായ കാർട്ടൂണായിരുന്നു. അതുപോലെയുള്ള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ വിമർശനമാണല്ലോ കാർട്ടൂണിസ്റ്റ് നടത്തുന്നത്. ആ വിമർശനം രാഷ്ട്രീയക്കാരിൽ കൊള്ളുന്നുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാർ ഈ കാർട്ടൂൺ കണ്ട് നന്നാവാൻ ഏതെങ്കിലും കാലത്ത് തീരുമാനിക്കുകയോ നന്നാവുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ? വളരെയധികം സന്തോഷം. അടിയന്തരാവസ്ഥ കാലത്തിന്റെ നമുക്ക് പ്രത്യക്ഷമായിട്ട് അടിയന്തരാവസ്ഥ ഇപ്പോൾ നിലവിലില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ എന്ന് പറയുന്നത് വികേന്ദ്രീകൃത അടിയന്തരാവസ്ഥയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആർക്ക് വേണമെങ്കിൽ ഒരു സ്ഥലം SIക്ക് വരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്ന കാർട്ടൂണിസ്റ്റിനെ, തമിഴ്നാട്ടിലൊക്കെ കാർട്ടൂണിസ്റ്റ് ബാലയെ അറസ്റ്റ് ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന് പിന്നെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ അടിയന്തരാവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ പരോക്ഷമായ അടിയന്തരാവസ്ഥയുടെ സ്വഭാവമുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തത് രാഷ്ട്രീയക്കാരുടെ കാര്യം. രാഷ്ട്രീയം തന്നെ ഒരു കാർട്ടൂണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയം കാർട്ടൂണാകുമ്പോൾ രാഷ്ട്രീയ കാർട്ടൂണുകൾ ഒരു പ്രതിസന്ധിയിൽ ഏർപ്പെടുക. എങ്ങനെയാണ് ഒരു കാരിക്കേച്ചർ വരയ്ക്കുക എന്നതാണ് നമ്മളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. കാരണം രാഷ്ട്രീയ നേതാക്കൾ ജീവിക്കുന്ന കാരിക്കേച്ചറുകളായി മാറുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കാരിക്കേച്ചർ വരയ്ക്കുക എന്ന പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കാർട്ടൂൺ. എളുപ്പത്തിൽ വരയ്ക്കാവുന്ന നേതാവ് ആരാണ്? ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന നേതാവിനെ വരയ്ക്കാനായിട്ടായിരിക്കും ഏറ്റവും. നേരത്തെ മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ജനത്തിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച നേതാവിനെ വരയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. കെ കരുണാകരൻ കാർട്ടൂണിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം 92ാമത്തെ വയസ്സിൽ അന്തരിക്കുന്നത് വരെ അദ്ദേഹം കാർട്ടൂണിസ്റ്റുകൾക്ക് പിന്നെ ഒരുപാട് വരയ്ക്കാനായിട്ടുള്ള മുഹൂർത്തങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. ഒട്ടും അസഹിഷ്ണുവായിരുന്നില്ല. അതെ, അദ്ദേഹം ഒരു സഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ചിത്രകാരനായിരുന്നല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ശങ്കറിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് എന്നെ വിടുന്നത്, ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്ന്. അദ്ദേഹം എന്നെ വരയ്ക്കാതെ വിടരുത്, കാരണം എന്നെ വരച്ചാൽ മാത്രമേ. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഒരു നിലനിൽപ്പും രാഷ്ട്രീയക്കാരുടെ ഒരു പ്രാമുഖ്യവും എല്ലാം തന്നെ കേരളത്തിൽ തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾ രഹസ്യമായ ചില കാർട്ടൂണിസ്റ്റുകളൊക്കെ വിളിച്ച് എന്നെ കുറേ ആളായിട്ട് വരച്ചിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ, മൊറാർജി ദേശായിയുടെ ഒ വിജയൻ വരച്ചൊരു കാർട്ടൂൺ ഉണ്ട്. ഒരു നേതാവിന്റെ ആക്ടിവിറ്റിയുടെ ഒരു അളവുകോലാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കാർട്ടൂണുകൾ. ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു നേതാവിനെ കുറിച്ച് ഒരു കാർട്ടൂണും സംഭവിക്കില്ല. നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ ഒരു കാർട്ടൂണിൽ പോലും കഥാപാത്രമാവാത്ത മന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ട്. മൊറാർജി ദേശായി ഒരു കാർട്ടൂണിൽ, വിജയൻ വരച്ച ഒരു കാർട്ടൂണിൽ ഇരിക്കുകയാണ്. ഒരു കാർട്ടൂണിൽ പോലും കഥാപാത്രമായിട്ട് എത്ര കാലമായി എന്ന് മൊറാർജി ദേശായി നെടുവേർപ്പെടുന്ന ഒരു കാർട്ടൂൺ വിജയൻ വരച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇനാക്ടിവിറ്റിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ശങ്കറിനെ പോലെ അല്ലെങ്കിൽ നെഹ്റുവിനെ പോലെ വിശാല മനസ്കരാണ് എന്നും കരുതണ്ട. കാർട്ടൂൺ കണ്ട് കലിതുള്ളിയ നേതാക്കളുമുണ്ട്, അല്ലെങ്കിൽ കാർട്ടൂണിനെ പരസ്യമായിട്ട് എടുക്കുന്ന നേതാക്കളുമുണ്ട്. ഏത് രീതിയിലുള്ള വിമർശനമായാലും അത് തങ്ങൾക്ക് അലങ്കാരമാണ് എന്ന രീതിയിൽ കാർട്ടൂണിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നൊക്കെ ഇമ്മ്യൂണിറ്റി നേടിയ രാഷ്ട്രീയക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട്. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന നേതാവാരാണ്? വരച്ചിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് വരച്ചിട്ട് തോന്നിയ നല്ല വര കൊണ്ട് നമുക്കൊരു സംതൃപ്തി തോന്നിയ നേതാവാണ്? കെ കരുണാകരനുണ്ട്, VS അച്യുതാനന്ദനുണ്ട്. അങ്ങനെ ഏറ്റവും കേരള രാഷ്ട്രീയത്തിൽ VS അച്യുതാനന്ദൻ, കെ കരുണാകരൻ എന്നിവർ കൊച്ചുകുട്ടികൾ പോലും അത്രമാത്രം സ്നേഹത്തോടെയാണ്. 94 വയസ്സായുള്ള ഒരു മുത്തശ്ശനോടുള്ള ബഹുമാനത്തോടോ ആദരവോട് കൂടിയിട്ടൊന്നുമല്ല കൊച്ചുകുട്ടികൾ പോലും VS അച്യുതാനന്ദനെ അച്ചുമാമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രത്തോളം കൊച്ചുകുട്ടികൾക്ക് പോലും ആക്സസബിൾ ആയിട്ടുള്ള ഒരു നേതാവ്. അത്തരം നേതാക്കളെ കുറിച്ച് വരയ്ക്കുന്ന കാർട്ടൂണുകൾ വളരെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കെ കരുണാകരൻ, VS അച്യുതാനന്ദൻ എന്നിവരെ പറ്റിയുള്ള കാർട്ടൂണുകളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ സിനിമാ പേരുകൾ, വാർത്താ തലക്കെട്ടുകൾ, നേതാക്കളുടെ വാചകവരി ഇതിൽ നിന്നൊക്കെയാണ് താങ്കൾ വിഷയം മാത്രമല്ല അതിൻ്റെ ക്യാപ്ഷനുകളും തലക്കെട്ടുകളും എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് അത്രയും എല്ലാ ദിവസവും നിത്യം ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ പോലെ നിത്യനിദാന തൊഴിലാണ്. അപ്പം എല്ലാ ദിവസവും ഇത്തരം വിഷയങ്ങൾ കിട്ടാൻ നമുക്കൊരു ദാരിദ്ര്യമില്ല എന്നാണ് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിൽ. അതെ. മാത്രമല്ല കേരളത്തിലെ വായനക്കാർ നമുക്ക് ഏത് കാർട്ടൂണിസ്റ്റിനേക്കാളും ഏത് പത്രാധിപരെക്കാളും ഒക്കെ ബഹുദൂരം മുന്നിൽ സഞ്ചരിക്കുന്നവരാണ് കേരളത്തിലെ വായനക്കാർ. കേരളത്തിലെ വായനക്കാരുടെ എക്സ്പോഷറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അറിവുകളുടെ അടുത്ത് എത്താനായിട്ടൊക്കെ കാർട്ടൂണിസ്റ്റുകളും പത്രാധിപരും ഒക്കെ ഒരുപാട് ജോലി ചെയ്യേണ്ടതായിട്ട് വരും.
അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വായന സമൂഹത്തിൻ്റെ മുന്നിൽ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ സിനിമാ പേരുകളും പഴഞ്ചൊല്ലുകളും കവിതകളും ഒക്കെ കാർട്ടൂണിൽ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വായനക്കാരൻ്റെ മനസ്സിലൊരു ഫയൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫയലിലേക്ക് റിലേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സിനിമ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സിനിമാ പാട്ടുകളാവാം, അത് പഴഞ്ചൊല്ലുകളാവാം, കവിതകളാവാം, പരസ്യവാചകങ്ങളാവാം, ഇതൊക്കെ ജനത്തിൻ്റെ മനസ്സിൽ പിന്നെ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഓർത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കാർട്ടൂൺ റിലേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ള ഒരു ഒരു അതാണ് അതിൻ്റെ ഒരു കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ കാർട്ടൂണിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു കാരണം. ഈ നേരത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് കാർട്ടൂണിന് വിഷയമാകുന്നുണ്ട്, സരിത എസ് നായർ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നല്ലോ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ മുൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള വരയിൽ ഒരുപാട് കാർട്ടൂൺ സരിതയുമായി ബന്ധപ്പെട്ട് വരച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ രസകരമായ കാർട്ടൂൺ. വളരെ അതിലൊന്ന് ഈ സരിത എല്ലാവരുടെയും നേതാക്കന്മാരുടെ എല്ലാം തുണി മോഷ്ടിച്ചുകൊണ്ട് ആനില കൃഷ്ണൻ മരത്തിൽ കയറി ഇരുന്ന പോലെ വസ്ത്ര ഊരി ഇരുന്നത് പോലെ ഇരിക്കുന്ന ഒരു നല്ലൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു നല്ല വിഷയമായിരുന്നു. ആ വിഷയം, അത്തരം വിഷയങ്ങൾ താങ്കൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അല്ലേ? അതെ, കേരള രാഷ്ട്രീയത്തിൽ കാർട്ടൂണിന് വിഷയം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടില്ല. മലയാളത്തിൽ ഇപ്പോൾ കാർട്ടൂണുകളെ വെല്ലുന്ന ട്രോളുകൾ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എല്ലാ ജനങ്ങളും, വരയ്ക്കാൻ അറിയാത്ത ജനങ്ങളും ട്രോളുകളിലൂടെ പ്രതികരണം, കാർട്ടൂൺ എന്നത് പിന്നെ ഒരു ജനതയുടെ പ്രതികരണ ശേഷിയുടെ ഒരു അളവുകോലായിട്ട് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. വരയ്ക്കാൻ അറിയാത്ത ആളുകൾ തന്നെ ട്രോളുകളിലൂടെ വളരെ ശക്തമായിട്ടുള്ള സാമൂഹ്യ വിമർശനം നടത്തുന്നുണ്ട്. നമ്മുടെ കാർട്ടൂൺ എന്ന് പറയുന്നത്, ഞാനിന്ന് വരയ്ക്കുന്ന കാർട്ടൂൺ നാളെ പത്രത്തിൽ അച്ചടിച്ച് വരുന്ന സമയത്തെ വായനക്കാരുടെ മുന്നിലേക്ക് എത്തുന്നുള്ളൂ. പക്ഷേ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതികരിക്കാനായിട്ട് ട്രോൾ ഉണ്ടാക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെല്ലുവിളി എന്താണെങ്കിൽ ഇതിന് ട്രോളുകളെ ഒരിക്കൽ പറഞ്ഞ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വെല്ലുന്ന ഒരു കാർട്ടൂൺ നമുക്ക് കൊടുക്കുക എന്നുള്ളത് കാർട്ടൂണിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളിയാണ് നമ്മുടെ ജോലിയുടെ ഏറ്റവും വലിയ രസം. ഈ ദേശീയ രാഷ്ട്രീയമാണ്, കേരള രാഷ്ട്രീയം കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയമാണ് താങ്കൾ കൂടുതൽ വരച്ചിട്ടുള്ളത്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം നന്നായിട്ട് വരച്ചിട്ടുണ്ട്. കാരണം തമിഴ്നാട് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു അയൽ സംസ്ഥാനമായതുകൊണ്ട് തമിഴ്നാട്ടിലെ ജയലളിതയുടെ വിഷയം, പന്നീർസെൽവം, അങ്ങനെയുള്ള എപ്പിസോഡും എല്ലാം നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയമാണോ കേരള രാഷ്ട്രീയമാണോ താങ്കൾ കൂടുതൽ താല്പര്യത്തോടു കൂടി വരച്ചിട്ടുള്ളത്? താല്പര്യം എപ്പോഴും നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയം വരയ്ക്കാനായിട്ടാണ്. VKN പറയുന്നത് പോലെ തന്നെ കോരപ്പുഴ കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാജാവിന് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റിയിട്ട് പ്രാദേശിക ലേഖകന് അറിയില്ല എന്ന് VKN പ്രാദേശികവൽക്കരണത്തിന് മലയാള പത്രങ്ങളുടെ പ്രാദേശിക എഡിഷനുകൾ കളിയാക്കിയിട്ട് VKN എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയം വരയ്ക്കാനായിട്ടാണ് നമ്മുടെ താല്പര്യം. ഞാൻ പത്രത്തിൽ ജോലിക്ക് ചേർന്ന സമയത്ത് വളരെ പുതുമുഖമായിട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ അന്ന് ചീഫ് എഡിറ്ററായിരുന്ന MS മണി സാറ് പറഞ്ഞത്, നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന, അല്ലെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത, അല്ലെങ്കിൽ മലയാളിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ രാഷ്ട്രീയം ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ കാർട്ടൂണുകളും വരയ്ക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷെ കൂടുതൽ ചർച്ചയാവുന്നതൊക്കെ കേരള രാഷ്ട്രീയം. കാർട്ടൂൺ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, ഒരു പത്രപ്രവർത്തനമാണ് കാർട്ടൂണിലൂടെ നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു കലയും കൂടിയാണ് കാർട്ടൂൺ. അപ്പം കലയും മാധ്യമ പ്രവർത്തനവും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു അത്യപൂർവമായ ഒരു ഇതാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. എങ്കിലും കാർട്ടൂണിൻ്റെ ആയുസ് എങ്ങനെയാണ്? കാർട്ടൂണിന്റെ കാലനാണെന്ന് പറയാറുണ്ട് നമുക്ക്. കാരണം കാലത്തിനെ വെല്ലുന്ന കാർട്ടൂണുകൾ വരയ്ക്കുക എന്നുള്ളത് എല്ലാ കാർട്ടൂണിസ്റ്റുകളെ സംബന്ധിച്ചിട്ടും വെല്ലുവിളിയാണ്. എല്ലാ കാർട്ടൂണുകളും കാലനെ വെല്ലുന്നവയാവണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിലും അർത്ഥമില്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ മൊമെന്റിലെ രാഷ്ട്രീയം എന്താണ്, ഏത് കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് കാർട്ടൂണുകൾ തീർച്ചയായിട്ടും നിലനിൽക്കും. ആ രീതിയിൽ അതിന് ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. അത് എല്ലാ കാർട്ടൂണുകളും കാലത്തിന് വെല്ലുന്ന, ഇപ്പോൾ അബു എബ്രാമിൻ്റെ അടിയന്തരാവസ്ഥ കാലത്തെ പറ്റിയിട്ട് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്ന അബു എബ്രാമിൻ്റെ പ്രസിഡന്റ് ബാത്തബിൽ കിടന്ന് കുളിക്കുന്ന സമയത്ത് ഓർഡിനൻസ് ഒപ്പിടാനായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത്തരം ഒരു നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങളിൽ എഴുതി വെച്ച ഒരു കാര്യത്തിനെ അടയാളപ്പെടുത്താനായിട്ട് ഒരു കാർട്ടൂൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെ
നമ്മൾ കടന്നു വന്ന കാലത്തിൽ ജീവിക്കുന്ന കാലത്തിലുള്ള കാര്യങ്ങളെ വെക്കാനും ഈ സമയത്തുള്ള കാർട്ടൂണുകളിലൂടെ മാത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് വായിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് നമ്മുടെ കാർട്ടൂണിസ്റ്റുകളൊക്കെ കേരളത്തിലെ എല്ലാ കാർട്ടൂണിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് എഴുതുന്നത്. അതിലൊരാളായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഭാഗ്യമായിട്ട്. ഈ മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം നമ്മൾ പറയാറുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിന് അതിരുണ്ട് അല്ലേ? മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യത്തിന് അതിരുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. പക്ഷേ ഒരു കാർട്ടൂണിസ്റ്റിന് ഒരു പത്രം ഓഫീസിൽ സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും അതിരുകളിൽ എപ്പോഴെങ്കിലും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ കാർട്ടൂൺ നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ പിന്നെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കാർട്ടൂണിന് നിലനിൽക്കാനായിട്ട് അത് പത്രം ഓഫീസിൽ തന്നെയല്ല, സമൂഹത്തിൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീ സ്പീച്ച് ഭരണഘടനാപരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അഭിപ്രായ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ കാർട്ടൂണിന് നിലനിൽപ്പുള്ളൂ. അത് രാജ്യത്തിലായാലും പത്രസ്ഥാപനത്തിലായാലും അങ്ങനെ തന്നെയാണ്. കാർട്ടൂൺ എന്നത് ഒരു കോളമിസ്റ്റിൻ്റെ അഭിപ്രായം പോലെയാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരാൾക്ക് ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്ന് അതിലെ വെട്ടി കൊടുക്കുന്നത് പോലെ കാർട്ടൂണിന് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക്. ഒന്നുകിൽ കാർട്ടൂണിന് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാർട്ടൂണിന് അതുപോലെ തന്നെ നിരാകരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർട്ടൂണിസ്റ്റിൻ്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്ന, കാർട്ടൂണിസ്റ്റിൻ്റെ കല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലയാവാം, അതല്ലെങ്കിൽ അത് അഭിപ്രായത്തിൻ്റെ ഒരു ഉപാധിയാവാം, എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ അതിന് വില നൽകുന്ന ഒരു സ്ഥാപനത്തിൽ മാത്രമേ നല്ല കാർട്ടൂണുകൾ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഇപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിന് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കാർട്ടൂണിസ്റ്റിൻ്റെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ കാർട്ടൂണുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പത്രമാണ്. ഇപ്പോൾ പല കാർട്ടൂൺ നല്ലതാണെങ്കിൽ എഡിറ്റോറിയൽ പോളിസിക്ക് വിരുദ്ധമാണെങ്കിൽ കൂടി അത് പത്രത്തിൽ അടിച്ചു വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സുജിത്തിൻ്റെ ഒരു ഏകാംഗ കാർട്ടൂൺ പ്രദർശനം 2 ദിവസത്തിനകം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുകയാണ്. കേരള ലളിതകലാ അക്കാദമി അനുവദിച്ച ഏകാംഗ കാർട്ടൂൺ പ്രദർശനമാണ്. വളരെ റയറാണത്. അത് കേരളത്തെ കാർട്ടൂണിസ്റ്റുകൾക്ക് റയറായി കിട്ടുന്ന ഒരു പ്രദർശനമാണ്. അപ്പോൾ ആ പ്രദർശനത്തിന് ഞങ്ങളുടെ എംഫ്ലിൻ മീഡിയയുടെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എംഫ്ലിൻ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.